നേരത്തെ പുറത്തിറക്കിയ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ന്യൂനപക്ഷ ശാക്തീകരണത്തിന് നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. മുസ്ലിം പിന്നോക്ക വിഭാഗത്തിന് OBC സംവരണത്തിൽ പ്രത്യേക ക്വാട്ട ഏർപ്പെടുത്തുമെന്നും അതിൽ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അനുബന്ധ പ്രകടന പത്രികയിലാണ് OBC സംവരണത്തിൽ മുസ്ലിങ്ങൾക്ക് 4.5% പ്രത്യേക ക്വാട്ട ഏർപ്പെടുത്തും എന്ന് കൃത്യമായി പറയുന്നത്. UPA സർക്കാർ നേരത്തെ തന്നെ 4.5% സബ് ക്വാട്ട പ്രഖ്യാപിച്ചതാണെന്നും കോടതിയിൽ കേസുകൾ വന്നതുമൂലം പ്രഖ്യാപനം നടപ്പാക്കാനായില്ലെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. സുപ്രീം കോടതിയിൽ സബ് ക്വാട്ട സംവരണത്തിന് അനുകൂലമായ വിധിക്കായി കഠിന ശ്രമം നടത്തുമെന്നും ഇതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുമെന്നും പത്രികയിലുണ്ട്. ദളിതരിലെ ന്യൂനപക്ഷങ്ങൾക്ക് പട്ടികജാതി പദവി നൽകുമെന്നതാണ് അനുബന്ധ പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാന വാഗ്ദാനം. ഇതിനായി പട്ടികജാതി മാനദണ്ഡങ്ങൾ ഭേദഗതി ചെയ്യും. നിലവിൽ ഹിന്ദു ബുദ്ധമത വിഭാഗങ്ങളിലെ ദളിതർക്ക് മാത്രമേ പട്ടികജാതി പദവിയുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കമ്മീഷനെ ശാക്തീകരിക്കും, വർഗീയ കലാപ വിരുദ്ധ ബിൽ അധികാരത്തിൽ എത്തിയ ഉടനെ നടപ്പിലാക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ BJPക്കായി ഏകീകരിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായുള്ള സഖ്യം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാക്കിയിട്ടുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളിലും സമാന നേട്ടം ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. മീഡിയ 1 ഡൽഹി.